ഇന്ന് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 7,20,000 പേരാണ് ഒരു വർഷം ആത്മഹത്യ കാരണം മരിക്കുന്നത്. ഈ 7,20,000 പേര് സൂയിസൈഡ് കാരണം മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ആൾക്കാർ സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. അത്രയും റിസ്ക് ഉള്ള ഒരു ഫാക്ടറാണ് ഈ സൂയിസൈഡ് എന്ന് പറയുന്നത്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം? പല റീസൺസ് ഇതിന് ഉണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല റീസൺസ് ഉണ്ട്. സൈക്കോളജിക്കലി അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വരുന്നത്. ഒന്ന് ഡിപ്രഷൻ, 2 സബ്സ്റ്റൻസ് അബ്യൂസ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സൈക്കോളജിക്കൽ തിയറീസ് എടുത്തു കഴിഞ്ഞാൽ പല തിയറീസ് സൂയിസൈഡിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ആൾക്കാരും അംഗീകരിക്കുകയും കൂടുതൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു തിയറിയാണ് ഇൻ്റർപേഴ്സണൽ തിയറി ഓഫ് സൂയിസൈഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നൊരു ഘടകം എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എനിക്ക് ആരും ഇല്ല എന്ന തോന്നലാണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മരിക്കാനുള്ള പേടിയില്ല. 3 ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ആ തിയറി പറയുന്നത്. റീസെൻ്റ്ലി ഈ 2025 തന്നെ US നടത്തിയ ഒരു റിസർച്ച് അനുസരിച്ച് അവരുടെ വെറ്ററൻസും സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നടത്തിയൊരു റിസർച്ചാണ്. അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പറഞ്ഞ 2 ഘടകങ്ങൾ മാത്രം മതി ഒരാൾ ആത്മഹത്യ ചെയ്യാൻ എന്നാണ്. ആ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. 1 എനിക്കാരുമില്ല എന്ന് തോന്നൽ, 2 ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണ് എന്നുള്ള തോന്നൽ. ഈ 2 തോന്നലുകളുള്ള വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ, നമുക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകളിൽ നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെയുള്ളവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടും അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ ലിസൺ ചെയ്ത് കംപ്ലീറ്റ്ലി അവരെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു റെസ്പോൺസ് നമ്മൾ കൊടുക്കാമെന്നുള്ളത്. അവരെ കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്ത് അവരുടെ ഇമോഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർക്ക് ഒരു കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പല കേസുകളിലും ഒരാൾ അവരെ കേൾക്കാനുണ്ടായാൽ തന്നെ ആ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി നിന്ന് അവർ പുറത്തേക്ക് വരും. അന്നേരം ലിസണിങ് കപ്പാസിറ്റിയാണ് നമുക്ക് സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലെന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ ഈ 2 ഘടകങ്ങളുള്ള ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാണ് എന്ന് തോന്നൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെൽപ്ഫുള്ളായി മാറട്ടെ.